മറ്റേതെന്താന്ന് മനസ്സിലായോ? ഏത്? നമ്മൾ രാവിലെ മൂത്രപ്പുരയിൽ വെച്ചാണ്ടാ മുത്തുൻ്റെ കയ്യിലെ ബുക്കും പിന്നെ ബീരെ ഷാത്താക്ക് ഉണ്ടായിരുന്നില്ലേ അത്. ആ ബുക്ക് എന്താണെന്നറിയോ? വല്ല ടെക്സ്റ്റ് ബുക്ക് എങ്ങനെയായി? എടാ കിഴങ്ങത് ടെക്സ്റ്റ് നോട്ടൊന്നുമല്ല, പീസ് ബുക്കാണ്. പീസ് ബുക്ക്. പോടാ പാടാ നജാസ് പറഞ്ഞല്ല. അവൻ വായിച്ചാ? അവൻ വായിച്ച് അടിപൊളിയാണെന്നും പറഞ്ഞ് കളർ ഫോട്ടോ ഒക്കെ ഉണ്ടെന്ന് പറയില്ല. ഇംഗ്ലീഷ് അല്ലേ, അപ്പം എങ്ങനെ മനസ്സിലാവും? ഫോട്ടോ കണ്ടാ പോരെ, എന്തിനാ മനസ്സിലാക്കണേ? മുട്ടൻ പീസ ഫുൾ നേക്കഡ്. നീ ഇതിനു മുന്നേ വായിച്ചിട്ടുണ്ടാ? മുത്തുച്ചിപ്പി ഇംഗ്ലീഷൊന്നും വായിച്ചിട്ടില്ല, നമുക്കൊക്കെ എവിടെ നിന്നിട്ട് തന്നെയാടാ. ഞാൻ അതുപോലും വായിച്ചിട്ടില്ല. നമുക്കൊക്കെ ആരും ഉണ്ടെത്തരാൻ. നമുക്ക് അവനോടും ചോദിച്ചു നോക്കിയാലോ? ആളൊന്നിന് 5 രൂപയോ ഒടുക്കത്ത വാടകയാ. 5? അടിപൊളി. Adarsh, your answer is wrong. Answer is 255. സോറി ടീച്ചർ, അത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ തെറ്റിപ്പോയതാ. ശരി ശ്രദ്ധിച്ച് ചെയ്യട്ടാ. എന്താണ് ഒരാൾ കൈ കഴിക്കൊണ്ടിരിക്കാണ്ടില്ലേ? നിനക്ക് എൻ്റെ ഇടയിൽ പറ്റില്ല, എനിക്കിടയിൽ അതുകൊണ്ടോ? നീ പഠിക്കാൻ തീരുമാനിച്ചു? എന്റെ മുത്തെ, നാളെ മുതൽ ഈ സാധനത്തിന് ബുക്കിംഗ് ഉണ്ട്. പേര് എഴുതണ്ടേ? സഹിക്കാൻ പറ്റുന്നില്ല. നമുക്ക് മുത്തിനോട് ബുക്ക് ഫ്രീ ആയി തരുമെന്ന് ചോദിച്ചു നോക്കിയാലോ? ഇപ്പൊ ചെന്നാ മതി, ബുക്കിന്റെ ഡിമാൻഡ് ഉണ്ടോ? അബ്ദു, നമുക്കത് കോപ്പനോട് പറഞ്ഞു കൊടുത്താലോ? അത് പിന്നെ കാണാൻ പോലും കിട്ടൂല. എടാ നമുക്കത് പൊക്കിയാലോ? പൊക്കാനോ? മധ്യഭാഗം ഉയർന്നു കാണപ്പെടുന്ന ലെൻസുകളാണ് ഉത്തലകാചങ്ങൾ അഥവാ കോൺവെക്സ് ലെൻസ്. പ്രകാശത്തെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്നതിനാൽ നമ്മൾ ഇതിനെ കൺവേർജിംഗ് ലെൻസ് എന്നും പറയുന്നു. ഉദാഹരണത്തിന് നമ്മുടെ കണ്ണുകൾ. ദേ അതിലെ കൂടി നോക്കുന്നൊക്കെ കൊള്ളാം, താഴെയിട്ട് പൊട്ടിച്ച ഞാൻ നല്ല ഫൈൻ തരും. അപ്പൊ നമ്മൾ ഈ കോൺവെക്സ് ലെൻസ് എവിടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഒന്ന് ഭൂതക്കണ്ണാടികളിൽ, കാഴ്ച നമ്മുടെ ദൂരക്കാഴ്ച ഇല്ലാത്തവർ വെക്കുന്ന കണ്ണട. ഇത് തേഞ്ഞു തീർന്നല്ലോടാ. കോൺവെക്സ് ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് കോൺവെക്സ് ലെൻസ് കൊണ്ടുള്ള പ്രധാനമായ ഉപയോഗങ്ങൾ. ടീച്ചറെ, എന്താ അബ്ദു? അതെ, ഞാൻ ടെക്സ്റ്റ് എടുത്തത് മാറിപ്പോയി, കെമിസ്ട്രി ആയിപ്പോയി. ഫിസിക്സ് എടുത്തിട്ട് ഫിസിക്സ് ടെസ്റ്റ് എടുത്തിട്ട് വാടാ. താങ്ക് യു ടീച്ചർ. ചിലപ്പോ നീ ജീവിച്ചിരുന്നേക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് കോൺവെക്സ് ലെൻസിന്റെ ഉപയോഗങ്ങളാണ്. ഇനി നമുക്ക് കോൺകേവ് ലെൻസിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ എന്താണ് കോൺകേവ് ലെൻസ്? മധ്യഭാഗം താഴ്ന്നു കാണുന്ന മാർജാരപാതനായി നടന്നിടും തസ്കരൻ തന്നുള്ളം രസമുകളോൽപിതമായി. കവി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കള്ളൻ ഒരു പൂച്ചയെ പോലെ പതുങ്ങി പതുങ്ങി നടക്കുന്ന സമയത്തിങ്കൽ പോലും അവന്റെ ഉള്ളം, മനസ്സ് താൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ചുള്ള രസകരമായ ചിന്തകളാൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഈ ചിന്തകളാണ് ആ കൃത്യം തെറ്റാണെന്നറിഞ്ഞിട്ടും അത് ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത്. അബ്ദു, ആകെ സുബർക്കം വേണ്ടേ? ആകെ സുബർക്കം വേണ്ടേ? അബ്ദു, എന്താ ഇവിടെ? നിനക്കെന്താ ഒരു പറഞ്ഞില്ലേ? ഒന്നുമില്ല സാർ, ടെക്സ്റ്റ് മാറിപ്പോയി ലാബിലെ, എടുക്കാൻ വന്ന. എന്നിട്ട് എടുത്തോ? ഇല്ല, എടുക്കാൻ പോവാ. ആ ശരി, വേഗം ലാബിലേക്ക് ചെല്ലേ. ജനഭൂമിയിൽ നിന്നും വിജയശ്രീലാളിതനായി വന്ന ഒരു പടനായകന്റെ മുഖഭാവമായിരുന്നു അയാൾ. അപ്പോൾ ആ നിമിഷം ഈ ലോകം തന്നെ കീഴടക്കാൻ കഴിയുന്നത്ര ആത്മവിശ്വാസത്താൽ അയാൾ ആനന്ദതുന്തിലനായിരുന്നു. എന്താ കാരണം? കള്ളന്റെ ആ പ്രവൃത്തി, ആ കൃത്യം വളരെ
ആ വിജയകരമായി ചെയ്യാൻ അയാൾക്ക് കഴിഞ്ഞു. 12, 13, 14, 15 ഇതൊന്നും തീരൂലേ? മുത്തേ ഓ എന്താ ചുണ്ണി? ഒന്ന് വീട്ടിൽ കൊണ്ടാൻ തരുമോ? 10 രൂപ തരാ. വീട്ടിൽ കൊണ്ടുവന്നൊക്കെ 15 രൂപ. നീ ഇപ്പൊ പൊക്കോ. മുട്ടയടിച്ച് വന്നേക്കോ മനുഷ്യരെ പിടിപ്പിക്കാനായിട്ട്. എന്റെ മോനെ ജസ്റ്റ് എസ്കേപ്പാണ്. കോപ്പർ നോക്കി. അയ്യോ ഞാൻ എങ്ങനെയൊക്കെ എസ്കേപ്പായി. അത് വിട്. കിട്ടിയ സമയത്തെ ഞാനതൊന്ന് തുറന്നു നോക്കി. എന്നെ പൊന്നടാവേ കിടുക്കി. ഒരുമാതിരി മറ്റടുത്ത പരിപാടി കാണിക്കല്ലേ. ഒരുമിച്ച് നിന്നിട്ട് അവസാനം ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നു. അതിന് നീ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കല്ലേ. ഞാനൊന്ന് നോക്കിനേ ഉള്ളൂ. അപ്പോഴത്തേക്കും ആ കോപ്പറൊക്കെ വന്നു. എന്നിട്ട് ആദർശ് മാധവൻ, എന്തു നിനക്ക് എന്താ പറ്റിയേ? നിനക്കൊരു കോൺസെൻട്രേഷനും ഇല്ലല്ലോ. ഇന്നാ നിന്റെ ഫിസിക്സ് നോട്ട് ലാബിൽ കിടന്ന് കിട്ടിയതാ. താങ്ക് യു. അത് ഇന്ദു പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ എടുക്കാൻ മറന്നുപോയതാ. ഈയിടെ നിനക്ക് അല്ലെങ്കിലും കുറച്ച് മറവി കൂടുന്നുണ്ട്. ഒരു സാധനം വെച്ചെടുത്ത് കാണുകയില്ല. പോയി. ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ, ഇന്ന് ഡേവിഡ് സാറില്ല. എല്ലാവരും മാത്സ് നോട്ട് എടുത്തേ. നാശം. എന്തു പറ്റി മുത്തലീബേ? എന്റെ കണക്കൂട്ടലെല്ലാം തെറ്റി ടീച്ചർ. നോട്ട് എടുക്ക്. ടീച്ചറെ അല്ല, നാളെ ടീച്ചർ എവിടെ പോയി? 10C ഡേവിഡ് സാറിന് പകരം കയറി. ആ അതെ, ഞാൻ പഞ്ചായത്ത് ലൈബ്രറി വരെ ഒന്ന് പോയിട്ട് വരാം. നല്ല ചൈനീസ് നാടോടി കഥകൾ വന്നിട്ടെന്ന് കേട്ടു. ഒന്ന് നോക്കിയിട്ട് വരാം. ആ പിന്നെ അച്ഛമ്മ വിവരം ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞേക്ക്. ചോദിച്ചാൽ മാത്രം. സാറിന് സ്കൂൾ വിടുമ്പോ പോയാ പോരെ? സ്കൂൾ വിടുമ്പോൾ ഭയങ്കര തിരക്കാവും. വന്നോ? ഇവിടെ ഉണ്ടടാ നക്സലേ. സാറിനെ കാണിക്കുന്നത് മാതിരികളിൽ മമ്മൂട്ടി കളിക്കാൻ സാർ പുറത്തോട്ടിറങ്ങി വാ. നെഞ്ചി പിടിച്ചിറങ്ങി വാ. സമൂഹത്തിലെ മാറ്റങ്ങൾ അനുസരിച്ച് നമ്മൾ മാറണ്ടേ? നീ ചിലപ്പോൾ നീ കഥാപ്രസംഗം നിർത്തും. സാധനം വന്നുണ്ടോ? പുതിയ എണ്ണം വന്നിട്ടുണ്ട്. ചൈന അല്ല, ഇംഗ്ലണ്ടാ. ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട്. നീ സാധനം എടുക്ക. അതെ, അതൊരു ചെറിയൊരു ഓട്ടം പോയേക്ക. സാറിപ്പോഴാണ് വരുന്നത്? രാവിലെ വരാന്ന് പറഞ്ഞിട്ട് സാറിന്റെ സ്കൂളിൽ ഒരു പയ്യൻ വന്ന് രാവിലെ മേടിച്ചോണ്ട് പോയി. എൻ്റെ സ്കൂളിലെ പയ്യനാ? അല്ല അല്ല, ആരാവൻ? നിങ്ങളുടെ സ്കൂളിലെ അല്ല, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നുണ്ട്. മീശയൊക്കെ ഉള്ളൊരു പയ്യനാ. അവൻ എപ്പോൾ കൊണ്ടുവരുന്നു അപ്പം തന്നെ ഞാൻ സാറിന് വീട്ടിൽ കൊടുത്തരാം. വീട്ടിലുണ്ട്. അന്നാ സ്കൂളിൽ കൊണ്ടുതരാം. കണ്ടോ, ആ ആലോചന കാണുമ്പോൾ തന്നെ അറിയാം വല്ലാതെ ആഗ്രഹിച്ചാന്ന്. കിട്ടിയ ഉടനെ തരാം. ഇറങ്ങും. വാങ്ങേ.